ഹായ്. മഴക്കാലമല്ലേ? ഇന്ന് മഴക്കാലത്ത് നമ്മൾ കൃഷിക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവരും ഇപ്പം വളക്കടയിലേക്ക് ഓടാൻ പോവുകയാണ് അല്ലേ? ഓടാൻ വരട്ടെ. ഞാൻ ഇന്ന് പറയുന്നത് ഒന്ന് കേട്ടിട്ട് നിങ്ങൾ വളം വാങ്ങിക്കുക. ഇപ്പം നമ്മൾ മഴക്കാലം ആരംഭത്തിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മണ്ണിന്റെ അമ്ലത കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ മണ്ണ് അമ്ലമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്ലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മഴയുള്ളത് കൊണ്ടാണ് നമ്മുടെ മണ്ണിൽ അമ്ലത ഉണ്ടാകുന്നത്. കാൽസ്യവും മഗ്നീഷ്യവും പൊട്ടാഷ്യവും ഒക്കെ ഇങ്ങനെ മഴവെള്ളത്തിൽ ഒലിച്ച് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മുടെ മണ്ണെല്ലാം അമ്ലമാവുന്നത്. അപ്പൊ അമ്ലത മാറ്റാൻ വേണ്ടി പണ്ട് കാലത്ത് പൂർവികരൊക്കെ കുമ്മായ വസ്തുക്കളാണ് അമ്ലത നീക്കാൻ ഉപയോഗിക്കേണ്ടത്. കുമ്മായ വസ്തുക്കൾക്ക് പകരം ചാരമാണ് ഉപയോഗിച്ചിരുന്നത്. ചാരത്തിനകത്ത് കാൽസ്യം ഉണ്ട്. അതുകൊണ്ടാണ് മണ്ണിലെ പണ്ട് കാലത്ത് വണ്ടിക്കണക്കിന് നമ്മൾ കൃഷിക്കെല്ലാം നമ്മൾ ചാരം ഉപയോഗിച്ചിരുന്നത്. ചാരം ഉപയോഗിച്ചിരുന്ന കാലത്ത് കുമ്മായത്തിന്റെ കാര്യം ആരും പറഞ്ഞിരുന്നില്ല. കുമ്മായം സ്വാഭാവികമായിട്ട് ചാരത്തിനകത്തുണ്ട്, മണ്ണിന്റെ അമ്ലതയൊക്കെ നീക്കിപ്പോവും. ഇപ്പം ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് പച്ചക്കക്കാപ്പൊടി ഉപയോഗിക്കാന്ന്. ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. പച്ചക്കക്കാപ്പൊടി മണ്ണിലിട്ടാല് വെള്ളവുമായിട്ട് പ്രതിപ്രവർത്തിച്ച് ഒരു ചൂടുണ്ടാകും. ഇത് പ്രതിപ്രവർത്തിക്കുമ്പോൾ ഒരു ചൂടുണ്ടാകും. കെമിസ്ട്രിയാണ്. ആ ചൂടുണ്ടാകുമ്പോൾ ആ ചൂട് സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ വിളകളുടെ വേരുകളെ പൊള്ളിക്കും. അതുകൊണ്ട് പലരും ഇങ്ങനെ യൂട്യൂബിലും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ്. ഒരു കൃഷി ഓഫീസർ എന്ന നിലയ്ക്ക്, സയൻസ് പഠിച്ച ഒരാളെന്ന നിലയ്ക്ക് പറയുകയാണ്, യാതൊരു കാരണവശാലും പച്ചക്കക്ക അല്ല ഉപയോഗിക്കേണ്ടത്. എപ്പോഴും നീറ്റ് കക്ക അല്ലെങ്കിൽ ഡോളമേറ്റ്. അപ്പം നീറ്റ് കക്ക ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മണ്ണിൻ്റെ അമ്ലത നീങ്ങി കിട്ടും. ഡോളമേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കാൽസ്യം എന്ന മൂലകവും മഗ്നീഷ്യവും കിട്ടും. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡോളമേറ്റ് ആണ് ലാഭം. കാരണം വില കുറവാണ്, രണ്ട് മൂലകം കിട്ടും. അപ്പം അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. തടമെടുക്കുക. ഏത് വിളക്കാണെങ്കിലും തടമെടുക്കുക. ആദ്യത്തെ വളപ്രയോഗം എന്ന നിലയ്ക്ക് വളമെന്ന് തന്നെ കരുതിക്കൊള്ളൂ. ഈ കുമ്മായ വസ്തുക്കൾ ഇടുക. കുമ്മായ വസ്തുക്കൾ ഇട്ട് ഒരു 10-25 ദിവസം കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് അടുത്ത വളത്തിലേക്ക് പോകും. അതിൽ ഏറ്റവും നല്ല വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മഴക്കാലത്ത് ഇടേണ്ട വളം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വളം ജൈവവളങ്ങളാണ്. അത് കമ്പോസ്റ്റ് വളമാണ്. കമ്പോസ്റ്റ് വളത്തിൽ തന്നെ ട്രൈക്കോഡെർമ കമ്പോസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പോസ്റ്റാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാവരും കയറി കാണണം. ട്രൈക്കോഡെർമ കമ്പോസ്റ്റ്. അതേപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ കമ്പോസ്റ്റ് വളങ്ങളാണ് ചെടിക്ക് ജൈവ വളങ്ങളായിട്ട് ഇടേണ്ടത്. കമ്പോസ്റ്റ് വളങ്ങൾ ഇടുമ്പോൾ വേണമെങ്കിൽ 1-2 കിലോ തെങ്ങിനെ സംബന്ധിച്ച് വേപ്പും പിണ്ണാക്കും കൂടി ഇടാം. എന്നിട്ട് വലിയ മഴക്കാലത്ത് യാതൊരു കാരണവശാലും രാസവളങ്ങളൊന്നും ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞ വളം കടയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ രാസവളങ്ങളൊന്നും ഈ വലിയ മഴക്കാലത്ത് ഉപയോഗിക്കരുത്. കാരണം അത് അലിഞ്ഞ് വെള്ളത്തോടൊപ്പം ലീച്ച് ഔട്ടാകും. എന്ന് പറഞ്ഞാൽ കയ്യെത്താ ദൂരത്തേക്ക് മണ്ണിലേക്ക് ആഴ്ന്നു പോകും എന്നുള്ളത് കൊണ്ട് നമ്മുടെ കാശ് നഷ്ടമായി പോകും എന്നുള്ളത് കൊണ്ടാണ് രാസവളങ്ങൾ ഈ മഴക്കാലത്ത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത്. രാസവളങ്ങൾ ചെറിയ മഴയുള്ള സമയത്തിടാം, അല്ലെങ്കിൽ മഴക്കാലം കഴിഞ്ഞ് ഒരു ഈർപ്പമുള്ള സമയത്തിടാം. അപ്പോൾ അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട മഴക്കാല പ്രവൃത്തിയിൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത് മഴക്കാലത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു വിളയുടെയും ചോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ മണ്ണ് അടുപ്പിച്ച് കൊടുക്കണം. ഇപ്പം തെങ്ങൊക്കെ വെച്ചിട്ടുള്ള ഉണ്ടെങ്കിൽ ആ തടത്തിനകത്ത് വെള്ളം ഒരാഴ്ചയൊക്കെ കെട്ടി നിന്ന് കഴിഞ്ഞാൽ തെങ്ങ് ചീഞ്ഞു പോകും. തെങ്ങ് മാത്രമല്ല, നമ്മൾ ഏത് നട്ട കുഴിക്കകത്ത് വെള്ളം നിന്ന് കഴിഞ്ഞാൽ ചീഞ്ഞു പോകും. അപ്പം വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മണ്ണടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. മണ്ണടിപ്പിച്ചിടും. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ മഴക്കാലം രോഗങ്ങളുടെ കാലമാണ്. പലതരം കുമിൾ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളുടെ എല്ലാ വിളകളെയും കുമിൾ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ബോർഡോ മിസ്സും അടിക്കുക എന്നുള്ളതാണ്. ബോർഡോ മിസ്സത്തെ പറ്റിയുള്ള വിശദമായ ഒരു വീഡിയോ ഞങ്ങളുടെ ചാനലിലുണ്ട്, എല്ലാവരും പോയി കാണുക. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം തെങ്ങിൻ്റെ കൂമ്പ് ചീലായിക്കോട്ടെ, അല്ലെങ്കിൽ കുരുമുളകിൻ്റെ മൊത്തത്തിൽ അഴുകലായിക്കോട്ടെ, ക്യുക്ക് വിൽറ്റ് പോലെയുള്ള അഴുകൽ രോഗമായിക്കോട്ടെ, പിന്നെ ഏലത്തിന് വരുന്ന ചീയൽ രോഗമായിക്കോട്ടെ, വാഴയ്ക്ക്, അതുപോലെ തന്നെ ജാതി മരത്തിന്, നമ്മുടെ മിക്കവാറും തോട്ടവിളകൾക്കുണ്ടാവുന്ന എല്ലാ കുമിൾ രോഗങ്ങൾക്കും ഫലപ്രദമായിട്ട് നമുക്ക് ബോർഡോമിസം കൊണ്ട് നിയന്ത്രിക്കാം. മഴക്കാല ആരംഭത്തിലും അടിക്കണം, മഴയുള്ള സമയത്തും ബോർഡോമിസം അടിക്കണം. മഴയുള്ള സമയത്ത് പശ ചേർത്ത് അടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ബോർഡോമിസം അടിച്ച് ഒരു അരമണിക്കൂർ പശ ചേർത്താൽ പോലും ഒരു അരമണിക്കൂർ മഴയില്ലാത്ത സമയം നോക്കി വേണം അടിക്കാൻ. അരമണിക്കൂർ കൊണ്ട് ഇത് ഉണങ്ങിപ്പിടിക്കും. പിന്നെ മഴ പെയ്താലും പോവില്ല പശ ചേർത്താൽ. അപ്പം മഴക്കാലത്തും മഴയ്ക്ക് മുമ്പും ബോർഡോമിസം അടിച്ചു കൊടുത്താൽ നമ്മുടെ ഈ കുമിൾ രോഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് സംരക്ഷണം കിട്ടും. അത് ഇഞ്ചിയൊക്കെ നടുന്നവർക്ക് മഴക്കാലത്ത് ഇപ്പോൾ ഇഞ്ചിയൊക്കെ മുളച്ച് വരുന്ന സമയമാണ്. ആ സമയത്തൊക്കെ ഈ കുമിൾ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാത്തിനും ബോർഡോമിസം അടിക്കുക എന്നുള്ളതാണ്. ഇനി നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുന്നിൻ ചെരുവുകളിലും ഉയർന്ന സ്ഥലങ്ങളിലുമൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ വരൾച്ച നേരിടാൻ
സാധ്യതയുണ്ട്. മഴക്കാലം കഴിഞ്ഞിട്ട് വരൾച്ച നേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ വാട്ടർ ലെവല്, ഭൂഗർഭ ജലവിധാനം ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പെയ്യുന്ന മഴ നമ്മുടെ മണ്ണിൽ പിന്നെ ആഴ്ന്നിറങ്ങാനുള്ള സംവിധാനം ഒരുക്കണം. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ മഴക്കുഴികൾ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ റബ്ബർ തോട്ടത്തിലും തെങ്ങിൻ തോപ്പിലും അതുപോലെ കുരുമുളക് തോട്ടത്തിലും ഒക്കെ നമ്മൾ മഴക്കുഴി എടുക്കുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് വെള്ളം ഈ മഴക്കുഴിയിൽ സംഭരിച്ചുകൊണ്ട് താഴേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഭൂഗർഭ ജലവിധാനം ഉയരുന്നതിന് കാരണമാകും. പിന്നെ നമുക്ക് വേനൽക്കാലം ആകുമ്പം സബ്സോയിൽ വാട്ടർ ഉള്ളത് കൊണ്ട് ഈ ചെടികൾ, നമ്മുടെ കൃഷികളൊന്നും ഉണങ്ങാതെ സംരക്ഷിക്കാൻ കഴിയും. അഞ്ചാമതായിട്ട് പറയാനുള്ളത്, നമ്മുടെ പ്രൂണിങ്ങിന് പറ്റിയ സമയം മഴക്കാലമാണ്. ഈ അനാവശ്യമുള്ള ശിഖരങ്ങളൊക്കെ കോതി മാറ്റുക. പിന്നെ നമുക്ക് ഇപ്പം മാവുകൾ, അതുപോലെ തന്നെ പ്ലാവുകൾ, അങ്ങനെയുള്ള വൃക്ഷവിളകളിലെ നമ്മൾ അനാവശ്യമുള്ള ശിഖരം കോതൽ ഈ ഏറ്റവും നല്ല പ്രൂണിങ് ഈ സമയത്താണ്. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ മുറിവിലൂടെ കുമിൾ രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഭാഗം നമുക്ക് കോപ്പർ ഓക്സിക്ലോറൈഡ് പോലെയുള്ള സാധനം കുഴമ്പാക്കി അല്ലെങ്കിൽ ബോർഡർ പേസ്റ്റ് കുഴമ്പാക്കി തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് കവർ ചെയ്ത്, പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും വെള്ളം ഇറങ്ങത്തില്ല, അവിടെ കുമിൾ രോഗം ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ കൂടെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ പിന്നെ ഗ്രാഫ്റ്റിങ്, ബഡ്ഡിങ് ഒക്കെ ചെയ്യാൻ പറ്റിയ സമയം ഇതാണ്. നമുക്ക് പിന്നെ ജാതിയിൽ ഗ്രാഫ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ മാവിൽ ഗ്രാഫ്റ്റ് ചെയ്യാം. ഒരു മാവിൽ തന്നെ പല മാവുകളൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഈ സമയത്ത് നമുക്ക് നല്ല ആരോഗ്യമുള്ള സയോൺ എന്ന് പറഞ്ഞാൽ ഒട്ടിക്കേണ്ട കമ്പ്, സയോൺ നല്ല മരത്തിൽ നിന്ന് സയോൺ എടുത്തിട്ട് നമുക്ക് ഏത് മാവിലാണോ ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ ആ മാവിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന സമയവും ഈ മഴക്കാലമാണ്. പിന്നെ നമുക്ക് വാഴയും അതുപോലെ തന്നെ പിന്നെ കപ്പയും ചേനയും ചേമ്പും ഒക്കെ നട്ടുള്ളവരുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് മണ്ണടുപ്പിച്ച് ജൈവവളം ഇട്ടിട്ട് മണ്ണടുപ്പിക്കാം. ജൈവവളം ഏറ്റവും നല്ലത് കമ്പോസ്റ്റ് വളം തന്നെയാണ്. കമ്പോസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടോ കോഴിക്കാഷ്ടോ, പഴകിയ കോഴിക്കാഷ്ടം, ആട്ടും കാഷ്ടം, ഇതെല്ലാം ജൈവവളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതെല്ലാം കൂടെ വെച്ചിട്ട് മണ്ണടുപ്പിച്ച് കൊടുക്കണം. ജൈവവളം ഇട്ടാൽ അതിൻ്റെ മുകളിൽ മണ്ണിടണം. മണ്ണിട്ടാൽ മാത്രമേ അത് ഡീകമ്പോസ് ചെയ്ത് നമ്മൾ സസ്യപോഷകങ്ങളായിട്ട് സസ്യപോഷകങ്ങളാക്കി കൺവെർട്ട് ചെയ്യുന്നത് മണ്ണിലുള്ള സൂക്ഷ്മജീവികളാണ്. അമീബ, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ, നിമറ്റോഡ് തുടങ്ങിയ കുറേയധികം സൂക്ഷ്മജീവികളുണ്ട്. അവരിതിനെ ജീർണിപ്പിച്ച് സസ്യങ്ങൾക്ക് ആവശ്യമുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം, അതുപോലെ കാൽസ്യവും മഗ്നീഷ്യവും സൾഫറും ബോറോണും സിങ്കും സിലിക്കോണും ഒക്കെ ആക്കി മാറ്റണമെങ്കിൽ ഈ മണ്ണിൽ ഈർപ്പം വേണം. അത് ഈർപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ മഴക്കാലത്താണ്. അപ്പം മഴക്കാലത്ത് ജൈവവളം ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ഡീകമ്പോസ് ചെയ്ത് സസ്യങ്ങൾക്ക് ആവശ്യമുള്ള പോഷകങ്ങളെല്ലാം നമുക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് മഴക്കാലമെന്ന് കൂടി ഓർക്കുക. അപ്പം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ വീഡിയോ കാണുക, ഇഷ്ടമായ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് മറക്കണ്ട, മീറ്റ് ദ ലെൻസ്.